കാറ്റ് കോൺഗ്രസിന് അനുകൂലമാകൂല എന്നുള്ള രീതിയിൽ പല രീതിയിലുമുള്ള സംസാരങ്ങൾ വന്നിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് തന്നെ പുറത്താക്കിയ ഘട്ടത്തിൽ പാലക്കാട് ജനത വീണ്ടും കോൺഗ്രസിനെ വിശ്വസിക്കുമോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അവിടെയാണ് കോൺഗ്രസ് രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും ഒക്കെ തന്നെ രമേശ് പിഷാരടിയുടെ പ്രചരണത്തിന് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ പിഷാരടിക്ക് പല രീതിയിലുമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു, എതിർക്കേണ്ടി വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിഷാരടി പറയുന്ന വാചകം അടുത്ത 5 വർഷത്തേക്ക് താൻ ഒരു സിനിമയിലും അഭിനയിക്കില്ല, ഒരു സ്റ്റേജ് പരിപാടിയും നടത്തില്ല, പാലക്കാട് ജനതയോടൊപ്പം തന്നെ താൻ ഉണ്ടാകുമെന്നുള്ള രമേശ് പിഷാരടിയുടെ വാക്കുകൾ എത്രമാത്രം പ്രാധാന്യത്തോടെ കാണണം എന്നുള്ളതാണ്. 2021 രമേശ് പിഷാരടി കോൺഗ്രസിൽ ചേരുന്നത്. അവിടെ നിന്ന് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി വന്ന വ്യക്തിയല്ല പിഷാരടി. അതിനു മുമ്പ് തന്നെ ഒരുപാട് രീതിയിൽ CPM വിമർശിക്കുന്ന രീതിയിൽ പരിപാടികൾ നടത്തിയിരുന്നു. കോൺഗ്രസിന്റെ പൊതുപരിപാടികളിൽ രമേശ് പിഷാരടിയുടെ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഒരുപാട് രീതിയിലുള്ള സമ്മിറ്റുകളിൽ രമേശ് പിഷാരടി പങ്കെടുത്തിരുന്നു, കോൺക്ലേവുകളിൽ പങ്കെടുത്തിരുന്നു. ജനങ്ങളുമായി സംവദിക്കാനുള്ള മാക്സിമം രീതിയിൽ എത്രയൊക്കെ സ്റ്റേജ് യൂസ് ചെയ്യാൻ കഴിയുമോ അവിടെയൊക്കെ രമേശ് പിഷാരടി സംസാരിക്കുകയും തൻ്റെ രാഷ്ട്രീയപരമായ ഐഡിയോളജി, തനിക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്, എന്തൊക്കെ രീതിയിൽ മാറ്റങ്ങൾ വരണമെന്നുള്ള കൃത്യമായ രീതിയിൽ രമേശ് പിഷാരടി തൻ്റെ ഐഡിയോളജീസ് വ്യക്തമാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നടത്തിയിരുന്നു. അതൊരു പൊളിറ്റിക്കൽ വേദിയിൽ മാത്രമല്ല, സാധാരണയായി യുവാക്കൾ കൂടി നിൽക്കുന്ന ഇടത്ത് പോലും രമേശ് പിഷാരടി അക്കാര്യങ്ങളെല്ലാം വ്യക്തമാവുകയും ചെയ്തു. അതെപ്പോഴും പൊളിറ്റിക്കൽ ആവണമെന്നില്ല. ഈ ലോകം മാറുന്ന മാറ്റം, AI മാറ്റങ്ങൾ ഉൾപ്പെടെ രമേശ് പിഷാരടി സംസാരിക്കുകയും ചെയ്യുന്നു. ജനമധ്യത്തിൽ ഒരു പൊതുബോധ്യത്തിൽ രമേശ് പിഷാരടിക്ക് എല്ലാത്തിനും ഒരു അറിവുണ്ട്. കൃത്യമായ എല്ലാത്തിനും രീതിയിൽ നോക്കി സംസാരിക്കുന്ന വ്യക്തിയാണ്, അറിഞ്ഞ് അനാലിറ്റിക്കലി സംസാരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള രൂപം, എന്നൊരു ഫിഗർ രമേശ് പിഷാരടി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. ഒരു കോമഡി നടൻ എന്ന രീതിയിലല്ല രമേശ് പിഷാരടിയെ എല്ലായ്പ്പോഴും കാണാറുള്ളത്. എല്ലാ രീതിയിലും എല്ലാ വേദികളിലും പൊട്ടിച്ചെരിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല രമേശ് പിഷാരടി. തനിക്ക് പൈസ കൊടുത്ത് തന്നെ വിളിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് മാത്രമേ താൻ കോമഡി പറയാറുള്ളൂ, അല്ലാത്തപ്പോൾ എപ്പോഴും താൻ ഒരു സീരിയസ് മനുഷ്യനാണെന്ന് രമേശ് പിഷാരടി പറയുമ്പോൾ ആ വാക്കുകൾ വ്യക്തമാകണം. കാരണം എല്ലാ രീതിയിലും സംസാരിച്ചിരുന്ന ഇത്തവണത്തെ ഇലക്ഷന് പോലും രമേശ് പിഷാരടിയുടെ വാക്കുകൾ വളരെയധികം വ്യക്തമായിരുന്നു. ഒരു ശോഭാ സുരേന്ദ്രനെതിരെ പണമാരോപണം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ പോലും വളരെ മിതത്വത്തോടെ പക്വതയാർന്ന രീതിയിൽ സംസാരിച്ച രമേശ് പിഷാരടിയാണ് കണ്ടത്. ഈ ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഒരു സ്ഥാനാർത്ഥിയെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് തന്റെ വാക്കുകൾ മാറില്ല എന്നത് ഉൾപ്പെടെ കൃത്യമായി വാക്കുകൾ അളന്നുകുറിച്ചുകൊണ്ട് സംസാരിച്ച രമേശ് പിഷാരടിയെ കണ്ടു. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞ വാക്ക്, ഒരു ഫെയർ പൊളിറ്റിക്സ് എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു. ഞാൻ ഇത്രയും ദിവസം എൻ്റെ മറുപക്ഷത്തുള്ള ഒരു സ്ഥാനാർത്ഥികളുടെയും പേര് പറയുകയോ വ്യക്തിപരമായി ആരെങ്കിലും പരാമർശങ്ങൾ കൊണ്ടോ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അറ്റാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ജനങ്ങളുമായിട്ടാണ് നമ്മൾ സംവേദിക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി പരമാവധി ജനങ്ങളെ കണ്ടു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ എന്നെ കൊണ്ട് കഴിയാവുന്നത്രയും ആളുകളെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണം വരും. ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ രമേശ് പിഷാരടി ജയിച്ചു വരുമ്പോൾ പിഷാരടി പറയുന്നതും അതുതന്നെയാണ്. ഇലക്ഷന് മുന്നേ രമേശ് പിഷാരടി കൊടുത്തിരുന്ന വാഗ്ദാനങ്ങളിൽ ഒന്ന് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കും, ജനങ്ങൾക്ക് വേണ്ടി മാത്രമായി സംസാരിക്കും, സിനിമയിൽ പോകില്ല, സിനിമയിൽ അഭിനയിക്കില്ല എന്നത് തന്നെയാണ്. ജയിച്ചു കഴിഞ്ഞിട്ടും രമേശ് പിഷാരടി അതേ വാചകങ്ങൾ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. നടനായ പിഷാരടിയെ നിങ്ങൾ ജയിപ്പിക്കേണ്ട, രാഷ്ട്രീയക്കാരനായ പിഷാരടിയെ ജയിപ്പിച്ചാൽ മതി എന്ന് നോമിനേഷൻ കൊടുത്ത ഉടനെ പറഞ്ഞ വ്യക്തിയും കൂടിയാണ് പിഷാരടി. മാത്രമല്ല തൻ്റെ പ്രചാരണത്തിന് സിനിമാ താരങ്ങൾ ആരെങ്കിലും എത്തുമോ എന്ന ചോദ്യത്തിന് താനായിട്ട് ആരെയും വിളിച്ചു വരുത്തില്ല എന്നതും കൂടി രമേശ് പിഷാരടി പറയുകയും ചെയ്തു. നടനായ ആസിഫ് അലിയോട് ചോദിച്ചപ്പോൾ ആസിഫ് പറഞ്ഞത് രമേശ് വിളിച്ചാൽ ഞാൻ പോകുമെന്നുള്ളതാണ്. പക്ഷേ രമേശ് വിളിച്ചില്ല, പോയില്ല. അങ്ങനെ സിനിമാ താരങ്ങളെ ഇറക്കിക്കൊണ്ട് പ്രചാരണം നടത്താൻ രമേശ് പിഷാരടി ശ്രമിച്ചിട്ടില്ല. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓരോ ഇടത്തും പോയി രമേശ് പിഷാരടി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനിടെ പ്രചാരണത്തിനിടെ വടക്കന്തറ മനക്കൽ തൊടിയിൽ രമേശ് പിഷാരടിയെ BJP വനിതാ നഗരസഭാംഗത്തിന്റെ നേതൃത്വത്തിൽ തടഞ്ഞിരുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. അവിടെയും പ്രതികരണത്തിന് വേണ്ടി രമേശ് പിഷാരടിയോട് ചോദിച്ചപ്പോൾ താൻ അകലം പാലിക്കുകയാണ് ചെയ്തത്. വീടുകൾ തോറും കയറാനുള്ളതാണെങ്കിൽ എല്ലാ വീട്ടിലും കയറേണ്ടി വരും, ആ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അമ്പലത്തിലേക്ക് വരണമെന്ന രീതിയിലേക്ക് അവർ ക്ഷണിച്ചപ്പോൾ പിഷാരടി പോയി. നടന്നു പോയ വേളയിലാണ് ഇവിടെ തടഞ്ഞു നിർത്തിയത്. അപ്പോൾ പോലും താൻ ഒരു 10 അടി മാറി നിന്നു. കാരണം താൻ എങ്ങാനും കൈ വെക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയും ചെയ്താൽ അത് സ്ത്രീ വിരുദ്ധതയായി പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് താൻ മാറി നിന്നു എന്നതായിരുന്നു രമേശ് പിഷാരടി അന്ന് കൊടുത്തിരുന്ന സ്റ്റേറ്റ്മെന്റ്. വളരെ പക്വതയാർന്ന രീതിയിൽ വളരെ ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള ഓവർ ബോർഡറായി നിൽക്കുന്ന രമേശ് പിഷാരടി ഒരു ഘട്ടത്തിൽ പോലും കണ്ടിട്ടില്ല. പല മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ചോദിച്ചിരുന്നു, ശോഭാ സുരേന്ദ്രന്റെ ഈ പണം ആരോപണം അല്ലെങ്കിൽ വോട്ട് കൊടുത്ത് പണം വാങ്ങുന്ന പരിപാടി, അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ക്യാമറ കണ്ണുകൾ പതിച്ചപ്പോൾ പോലും അത് നിങ്ങൾക്ക് മുതലാക്കാമായിരുന്നല്ലോ എന്ന ചോദ്യത്തിൽ അതിനിപ്പോൾ മറുപടി പറയാൻ കഴിയില്ല, അതിന് പിന്നീടാവട്ടെ എന്നതായിരുന്നു രമേശ് പിഷാരടിയുടെ മറുപടി. ഇപ്പോൾ പോലും രമേശ് പിഷാരടി പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ്സിന്റെയും കമന്റ് സെക്ഷനിൽ, നിങ്ങൾ ഓരോ വാർത്താ മാധ്യമത്തിന്റെയും കമന്റ് സെക്ഷനിൽ പോകുമ്പോൾ പിഷാരടി അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം സമൂഹം കാണുന്നുണ്ട്. അവിടെ പിഷാരടിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ഒരു വലിയ വിഭാഗം സമൂഹം കാണുന്നുണ്ട്. അത് തന്നെയാണ് ബാലറ്റ് പെട്ടിയിലും നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു സിനിമാ നടനായ പിഷാരടിയെ നിങ്ങൾ സ്വീകരിക്കേണ്ട,
രാഷ്ട്രീയക്കാരനായി പിഷാരടിയെ സ്വീകരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ടുള്ള 5 വർഷ കാലയളവിൽ രാഷ്ട്രീയക്കാരനായി പാലക്കാട് ജനതയിൽ നിൽക്കുന്ന പിഷാരടി എത്രമാത്രം വിശ്വസിക്കണം എന്നത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.